രാവിലെയിൽ 2 അതിഥികളാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അതിഥി ആരാണെന്ന് കണ്ടു. മുഖ്യമന്ത്രിയുടെ ബാല്യകാല സുഹൃത്തിനെയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം അവർ തമ്മിലുള്ള പണ്ടത്തെ വിശേഷങ്ങളും പഴയ ഓർമ്മകളും ഒക്കെ പങ്കുവച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ്. സധൈര്യം നിലപാടെടുക്കുകയും നടപ്പാക്കുകയും ചെയ്ത IAS ഓഫീസർ. പിന്നീട് രാഷ്ട്രീയത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇടത് MLA, പിന്നീട് രാഷ്ട്രീയ മാറ്റം BJPയിലേക്ക്, BJPയിൽ ഡൽഹി ആസ്ഥാനവുമായുള്ള പ്രവർത്തനം. കുറച്ചു നാളായി രാഷ്ട്രീയ തിരക്കുകളിലായ അൽഫോൺസിന്റെ പേര് വീണ്ടും കേരളത്തിൽ, അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേര് വീണ്ടും ചർച്ചയാവുകയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം, ഈ പുസ്തകത്തിൽ മന്ത്രിസഭ അറിയാതെ കോളേജുകൾക്ക് NOC നൽകിയെന്ന അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നത്. 52 ways to change your life എന്ന പുസ്തകത്തിലാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമില്ലാതിരുന്ന കാലത്തെ രഹസ്യ നീക്കത്തെക്കുറിച്ച് അൽഫോൺസ് കണ്ണന്താനം വെളിപ്പെടുത്തിയത്. മന്ത്രിസഭ അറിയാതെ മന്ത്രിയുടെ ഒപ്പോടുകൂടിയാണ് കോളേജുകൾക്ക് NOC നൽകിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി EK നായനാർ പിന്നീട് ഇക്കാര്യം അറിഞ്ഞെന്നും അൽഫോൺസിനെതിരെ നടപടിയെടുത്താൽ മന്ത്രിസ്ഥാനം ഒഴിയുമെന്ന് PJ ജോസഫ് ഭീഷണി മുഴക്കിയെന്നുമൊക്കെയാണ് പുസ്തകത്തിലെ തുറന്നു പറച്ചിൽ. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ വിവാദമായി കത്തി നിൽക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ ചോദിക്കാം. ഈ വിവാദത്തെക്കുറിച്ചും പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി. നമസ്കാരം, സ്വാഗതം ന്യൂസ് 8 കേരളത്തിലേക്ക് സ്വാഗതം ശ്രീ അൽഫോൺസ് കണ്ണന്താനം. അപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് താങ്കളുടെ തുറന്നു പറച്ചില്. ഈ ഘട്ടത്തിൽ ഇത് തുറന്നു പറയാം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഇത്തരത്തിൽ വളരെ സാഹസികമായി മന്ത്രിസഭയൊക്കെ അറിയാതെ ഇങ്ങനൊരു വലിയ തീരുമാനം കൈക്കൊണ്ടതെന്ന്? ഞാനിപ്പോ ഈയിടെ കഴിഞ്ഞ നവംബറിൽ ഈ പുസ്തകം ഇറക്കി, ദ വിന്നിംഗ് ഫോർമുല, 52 ways to change your life. ജീവിതത്തിൽ എങ്ങനെ ജയിക്കാം, അതിന് 52 വഴികളാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് വഴികളൊന്നുമില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത കുറെ കാര്യങ്ങളും അങ്ങനെ 20 കഥകളും പിന്നെ ബാക്കി സാധാരണക്കാര് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തതിനെ പറ്റിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുക. അങ്ങനെയാണ് 52 കഥകൾ. അതിനകത്ത് ഞാൻ ചെയ്ത പ്രധാന കാര്യങ്ങളൊക്കെ ഇതുണ്ട്. എൻ്റെ ഇത് ആത്മകഥയല്ല, പക്ഷെ പ്രധാന കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അതിനകത്ത് ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ കേരളത്തില് ഈ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, നഴ്സിംഗ്, MBA കോളേജ് തുടങ്ങാൻ സാധിച്ചത്. ഞാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആകുന്നത് 2000-ലാണ്. അന്ന് PJ ജോസഫ് സാർ ആയിരുന്നു മന്ത്രി. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 2 ലക്ഷം പിള്ളേർ പുറത്തുപോയി പഠിക്കുക. നമുക്കാകെ MBBS-ന് 300 സീറ്റ് ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് 3000 സീറ്റ്, നഴ്സിംഗിന് 700 സീറ്റ്, MBA സീറ്റൊക്കെ വളരെ പരിമിതമായിരുന്നു. അപ്പൊ 2 ലക്ഷം കുട്ടികൾ പുറത്തുപോയി പഠിക്കുക. അപ്പൊ ഞാൻ PJ ജോസഫ് സാർ മന്ത്രിയോട് പറഞ്ഞു, നമ്മുടെ പിള്ളേർ ഇവിടെ പഠിക്കണ്ടേ? അദ്ദേഹം പറഞ്ഞു ശരിയാണ്. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുള്ളത്, LDF-കാരും UDF-കാരും രണ്ടുപേരും കഴിഞ്ഞ 50 വർഷമായിട്ട് കേരളത്തിൽ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, നഴ്സിംഗ് കോളേജ് ഒന്നും തുടങ്ങാൻ അനുവാദം കൊടുക്കൂല എന്നൊരു തീരുമാനം എടുത്തിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ പുതിയ കോളേജൊന്നും വന്നില്ല, നമ്മുടെ പിള്ളേർ പുറത്തുപോയി പഠിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യം ഇതിൽ LDF-ന്റെ ലൈസൺ കമ്മിറ്റി പോകണം, അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ പോകണം, ഇതൊന്നും നടക്കൂല, ആരും അനുവദിക്കുകയില്ല. അപ്പൊ ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞു, പക്ഷെ നമ്മുടെ പിള്ളേരോടെ പഠിക്കണ്ടേ, അതിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും അത്യാവശ്യം, അവർക്ക് അവസരം ഉണ്ടാകണ്ടേ. അപ്പൊ മന്ത്രി പറഞ്ഞു അൽഫോൺസ് പറയുന്നത് ശരിയാണ്. അപ്പൊ ഞാൻ മന്ത്രിയോട് പറഞ്ഞു, അപ്പൊ മന്ത്രി ഒരു കാര്യം ചെയ്യും, ഞാനിതങ്ങ് ചെയ്തോളാം, ഞാനൊരു സെക്രട്ടറി ആണല്ലോ, ഞാനിതങ്ങ് ചെയ്തോളാം, അങ്ങ് ഇത് മൗന അനുവാദം തന്നാൽ മതി. അപ്പൊ അങ്ങനെ ഞാൻ 34 അപേക്ഷകരുണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിന്. ഞാൻ അവരെ കോവളത്തേക്ക് വിളിച്ച് രഹസ്യമായിട്ട് അവരുടെ രേഖകളെല്ലാം നോക്കി 34 അപേക്ഷകർ 33 പേർക്ക് ഞാൻ NOC കൊടുത്തു. AICTക്കാണ് NOC കൊടുക്കുന്നത്. കാരണം അന്തിമ അനുമതി വരുന്നത് AICT എന്നാണ്, ഡൽഹിയിലുള്ള AICT. അപ്പം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞു ഇത് രഹസ്യമായി വെച്ചാൽ മതി, പബ്ലിക് ആക്കണ്ട. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഹാബ് EK നായനാർ ഇത് അറിഞ്ഞു. മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. എന്നെ സസ്പെൻഡ് ചെയ്യണമെന്നും തീരുമാനം കൊണ്ടുവന്നു അദ്ദേഹം. PJ ജോസഫ് സാർ പറഞ്ഞു അത് പറ്റൂല, ഇത് കേരളത്തിന് വേണ്ടി ഒരു നല്ല കാര്യമാണ് അൽഫോൺസ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തെ തൊടാൻ പാടില്ല, അദ്ദേഹത്തെ തൊട്ടാൽ ഞാനും രാജിവെക്കുമെന്ന് PJ ജോസഫ് സാർ പറഞ്ഞു. അതുകൊണ്ട് അന്ന് സസ്പെൻഷൻ ഉണ്ടായില്ല. പക്ഷെ ഞാൻ കൊടുത്ത NOC AICTക്ക് അയച്ചത് അത് റദ്ദാക്കാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തു. എന്നിട്ട് ചീഫ് സെക്രട്ടറിയോട് അടുത്ത ദിവസം പോയി ഡൽഹിയിൽ പോയി AICT ചെയർമാനെ കാണാൻ പറയുന്നു കത്തുമായിട്ട്. ഞാനിതറിഞ്ഞപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഞാൻ ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പോയി AICT ചെയർമാനെ കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു
ഞാൻ തന്ന NOC റദ്ദാക്കിയ ഒരു തീരുമാനം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ അത് പരിഗണിക്കരുത്. കാരണം കേരള സർക്കാരാണ് NOC കൊടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിന് ആവശ്യമാണ്. കാരണം വർഷങ്ങളായിട്ട് AICTE പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങുന്നത്. പക്ഷേ കേരളം അത് അനുവദിച്ചിരുന്നില്ല. അപ്പൊ അതേ പറഞ്ഞ അൽഫോൺസ് പറയുന്നത് ശരിയാണ്. അൽഫോൺസ് തന്ന NOC അനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകും. അടുത്ത ദിവസം ചീഫ് സെക്രട്ടറി അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞില്ല, ഞങ്ങൾ ഇത് പ്രൊസീഡ് ചെയ്യുകയാണ്, ഞങ്ങൾ അനുമതി കൊടുക്കാൻ പോവാണ്. AICTE ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ് അന്നേരത്തേക്ക് ഈ വർഷം NOC കിട്ടിയ ആൾക്കാരൊക്കെ കെട്ടിടമൊക്കെ ഉണ്ടാക്കി, ബാക്കി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അത് AICTE പരിശോധിച്ചിട്ട് 13 കോളേജുകൾക്ക് ആ വർഷം 2001 തുടങ്ങാനുള്ള അനുമതി കൊടുത്തു. അങ്ങനെയാണ് കേരളത്തില് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുന്നത്. അത് കഴിഞ്ഞ് മന്ത്രിസഭ മാറി വന്ന AK ആന്റണി സാർ മുഖ്യമന്ത്രിയായി. അദ്ദേഹം അതുകൊണ്ട് ഞങ്ങൾ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിന് അനുമതി കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാശ്രയ മെഡിക്കൽ കോളേജിനും അനുമതി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കേരളത്തില് 2 ലക്ഷം സീറ്റുകൾ ഉണ്ടായി. എന്റെ കാഴ്ചപ്പാടില് കേരള ചരിത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവമാണിത്. 2 ലക്ഷം കുട്ടികൾ ഓരോ വർഷം ഇവിടെ പഠിക്കുന്നു. ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വന്നു. വേറെ ഏത് മേഖലയെങ്കിലും ഇത്ര ഇൻവെസ്റ്റ്മെന്റ് വന്നോന്ന് അറിയത്തില്ല. കോടിക്കണക്കിന്, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ വന്നു. ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടി. എനിക്ക് തോന്നുന്നത് വലിയൊരു വിപ്ലവകരമായ നല്ല കാര്യമാണ് ഞങ്ങൾ ചെയ്തത്. താങ്കളുടെ ഈ നീക്കം, ഈ സാഹസികമായ നീക്കം സതുദ്ദേശപരമാണെങ്കിലും ഈ നിയമവഴികളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കാരണം ഞാൻ ഈ കീഴ്വഴക്കങ്ങളൊന്നും അങ്ങനെ നോക്കാറുള്ള ആളല്ല. ജനങ്ങൾക്ക് എന്താണോ നല്ലത് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഞാൻ IAS ഉണ്ടായിരുന്ന സമയം മുഴുവൻ ചെയ്തത്. ഞാൻ ദേവികുളം സബ് കളക്ടർ ആയിട്ടാണ് ആദ്യം തുടങ്ങിയത്. അന്ന് മുതൽ കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോഴും വേറെ ഡൽഹി കമ്മീഷൻ ആയിരിക്കുമ്പോഴും എന്താണോ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതൊക്കെ അങ്ങ് ചെയ്യുക എന്നായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനമാണ് ഞാൻ എടുത്തത്. ഇതല്ലാതെ വേറെ പല തീരുമാനങ്ങൾ ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ അറിയാം ഞാൻ എങ്ങനെ ജനസമ്പർക്ക പരിപാടി 1998 ഞാൻ കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോൾ ഞാൻ തുടങ്ങി. അതൊക്കെ എൻ്റെ പുസ്തകത്തിലുണ്ട്. അതിനെപ്പറ്റി വേണമെങ്കിൽ പിന്നെ സംസാരിക്കാം. അതെ, അതേക്കുറിച്ച് കൂടി സംസാരിക്കാനാണ് ഇരുന്നത് നമ്മൾ. ഈ ഉമ്മൻചാണ്ടിയുടെ അതായത് അദ്ദേഹത്തെ ഇത്രത്തോളം ജനസമ്മതനാക്കിയത് തന്നെ ഈ ജനസമ്പർക്ക പരിപാടിയാണ്. അത്തരത്തിലൊരു ആശയം അതിന് തുടക്കം കുറിച്ചത് താങ്കളാണ് എന്നുകൂടി താങ്കൾ ആ ബുക്കിൽ പറയുന്നുണ്ട്. താങ്കളെ പകർത്തുകയായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തത്? ഇതെന്റെ പുസ്തകത്തിന്റെ 29ാമത്തെ ചാപ്റ്ററിലാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് എന്റെ പഴയ പുസ്തകമാണ്. 1996 ഇറക്കിയതാണ്. DC ബുക്സ് ഇറക്കിയ പുസ്തകമാണ് ഇന്ത്യ മാറ്റത്തിന് മുഴക്കം. ഇത് അതിനകത്ത് ഡേറ്റും കണ്ടോ? ഞാൻ അതിനകത്ത് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാണാൻ എളുപ്പമാണ്. വരയിട്ടിട്ടുണ്ട് അവിടെ. 1996 ഇറക്കിയ പുസ്തകമാണ്. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആകുന്നത് 2004. അതിന് മുമ്പ് 1998 നടപ്പാക്കിയ കാര്യമാണ്. ഇതിനകത്ത് പേജ് 60 മുതൽ ഇതേ ജനങ്ങളിലേക്ക് എന്നാണ് ഈ പരിപാടിക്ക് ഞാൻ പേര് കൊടുത്തിരുന്നത്. 60ാമത്തെ പേജ് മുതൽ 64ാമത്തെ പേജില് എങ്ങനെ ജനസമ്പർക്ക പരിപാടി തുടങ്ങി, എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് വിശദമായിട്ട് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പുതുപ്പള്ളി മണ്ഡലത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഉമ്മൻചാണ്ടി സാർ അവിടെ 2-3 പ്രാവശ്യം അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഞാനത് 88 തുടങ്ങി. ഞാൻ 91 വരെ കളക്ടറായിരുന്ന സമയത്ത് കോട്ടയം ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും ജനസമ്പർക്ക പരിപാടി നടത്തി. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു, ഈ പരിപാടിയുടെ എങ്ങനെയാണ് നടത്തുന്നത്, അതിന്റെ ഒരു വിശദാംശം തരാൻ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം തുടങ്ങി. എനിക്കിത് വലിയ അത്ഭുതമായി. കാരണം സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ നേരത്തെ ഒരു ഉദ്യോഗസ്ഥൻ തുടങ്ങിയ പരിപാടിയൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുകയും തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ സാറ് നടക്കാറില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് എനിക്ക് വലിയ ആദരവാണ്. കാരണം ഒരു നല്ല ആശയമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കാനായിട്ട് അദ്ദേഹം മുൻകൈ എടുത്തു. അങ്ങനെയാണ് അദ്ദേഹം വളരെ ജനസമ്പർക്ക പരിപാടി നടത്തിയാണ്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം എൻ്റെ ഈ പരിപാടി എടുത്ത് അദ്ദേഹം അത് കോപ്പി ചെയ്ത് കേരളത്തിൽ മൊത്തം നടത്തി. ജനങ്ങൾക്ക് ഒത്തിരി ഉപകാരം ഉണ്ടായി. പക്ഷേ അതിന് പിന്നെ UN ഏറ്റവും വലിയ പരിഷ്കാരത്തിന് ഗവൺമെന്റ് തലത്തിലുള്ള പരിഷ്കാരത്തിലുള്ള അവാർഡും കിട്ടി. ആഗോള അവാർഡ് കിട്ടി. പക്ഷെ ഈ അവാർഡൊക്കെ കിട്ടുമ്പോൾ ഒറ്റ വാക്ക് പറയാമായിരുന്നു. അൽഫോൺസ് കണ്ണന്താനമാണ് ഈ ആശയം ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നത്. ഈ പരിപാടി ഞാൻ നേരത്തെ അദ്ദേഹം കളക്ടറായിരിക്കുമ്പോൾ 88 മുതൽ 91 വരെ ഈ പരിപാടിയിൽ അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ നന്നായിരുന്നേനെ എന്നെനിക്ക് തോന്നലുണ്ട്.
തീർച്ചയായും. അപ്പോൾ നമ്മൾ ഈ 30 കോളേജുകൾക്ക് മന്ത്രിസഭ അറിയാതെ NOC നൽകിയ വിഷയത്തിലേക്കൊന്ന് മടങ്ങിയെത്തിയാൽ, അന്ന് ഈ നീക്കം അറിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി EK നായനാർ എന്താണ് ആദ്യം പറഞ്ഞത്? എനിക്ക് മുഖ്യമന്ത്രി നയനാറുമായിട്ട് നല്ല ബന്ധമായിരുന്നു. നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. ഞാൻ ഒരിക്കലും 27 വർഷം IAS ഇരുന്നപ്പോൾ ആരുടെ ആളല്ല, ഇടതിന്റെ അല്ല വലതിന്റെ അല്ല, ആരുടെ ആളല്ല. ഞാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ നട്ടലുള്ള ഒരു സർവീസിനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന IASനെ. ആ IAS നട്ടലോടുകൂടി പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ എനിക്ക് മുഖ്യമന്ത്രി നയനാറുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞാൻ കോട്ടയം കളക്ടറായിരിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു. ഏതാണ്ട് 3.5 വർഷത്തിൽ കൂടി ഞാൻ കോട്ടയം കളക്ടറായി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല എന്ന് പറയുന്ന കോട്ടയത്തില് 4 വർഷത്തോളം എനിക്ക് കളക്ടറായി, 3.5 വർഷത്തിൽ കൂടുതൽ കളക്ടറായിരിക്കാൻ സാധിച്ചു. അതൊക്കെ ഞാൻ EK നായനാർ ജി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ. അപ്പൊ എന്നോട് നല്ല ബന്ധമുണ്ട്. പക്ഷേ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. ഞാൻ ഈ IASൽ വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാവോ, അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡൽഹി തന്നെ ഞാൻ 14,310 കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ചു. ആരുടെ ഇടിച്ചു പൊളിച്ചു? മഫിയയുടെ. ആ ഇടിച്ചു പൊളിച്ചതിനകത്ത് ഏതാണ് 90% കോൺഗ്രസ്സുകാരുടെയാണ്, കോൺഗ്രസ് നേതാക്കന്മാരുടെയായിരുന്നു. അന്ന് കോൺഗ്രസ് ആയിരുന്നു ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നത്. ഡൽഹി കേന്ദ്ര സർക്കാരും കോൺഗ്രസ് ആയിരുന്നു, ഡൽഹി ഭരിച്ചിരുന്നു കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇടിച്ചു പൊളിച്ചു. കാരണം ഇതൊക്കെ നമുക്ക് ഭരണഘടന തന്നിരിക്കുന്ന ഒരു ദൗത്യമാണ്. അതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ചെയ്തു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്ക് ഗുണമുള്ള എന്തും നിയമവിരുദ്ധമാകുന്നില്ല. അതെ. ഓക്കെ, വളരെ നന്ദി ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ഞങ്ങൾക്കൊപ്പം രാവിലെയിൽ അതിഥിയായി എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.